സന്തോഷായി, അമ്മച്ചിക്ക് ശല്യങ്ങൾ ഒഴിഞ്ഞു കിട്ടി. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ എന്താ ആക്സിലേറ്റർ പോയി, വണ്ടിയുടെ ആക്സിലേറ്റർ പോയിരിക്കുന്നു. ശുഭദിനം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പം എണീറ്റ് കട്ടിലൊക്കെ ഒതുക്കി കേട്ടോ. താഴെ പോയി പല്ല് തയ്ക്കണം, പിന്നെ യൂണിഫോം എടുക്കണം. യൂണിഫോമാണ്, ആദ്യത്തെ ദിവസം തന്നെ യൂണിഫോമാണ്. ഫുൾ യൂണിഫോമിൽ വരണമെന്നാണ് ടീച്ചറുടെ നിർദ്ദേശം. സോ നിർദ്ദേശപ്രകാരം നമ്മൾ യൂണിഫോമിൽ പോയേ പറ്റൂ. അതിൻ്റെ ഇടയ്ക്ക് കുരു വന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ യൂണിഫോം ഞാൻ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. ബാഗൊന്നും ഒതുക്കിയിട്ടില്ല. നമുക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നമുക്ക് ബാഗ് ഒതുക്കാം. ഓക്കെ, വേഗം പോയി പല്ലേക്കട്ടെ. വയ്യ എനിക്ക്. പിന്നെ ഒന്നാമത് എനിക്കിപ്പം വയ്യ, തൊണ്ടവേദനയുണ്ട്. അങ്ങനെ ഗൈസ്, എൻ്റെ പല്ല് തേച്ച് കഴിഞ്ഞ് ഞാൻ ഇനി യൂണിഫോം തേച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാണ്. പിന്നെ കുഞ്ഞാറ്റ എണീറ്റിട്ടില്ല ഗൈസ്. കുഞ്ഞാറ്റ എന്നെ ചവിട്ടി എണീക്കട്ടെ. അച്ചു കിടക്കുന്നുണ്ട് ഇവിടെ. ഇവനെ പിന്നെ ഒന്നും വേണമല്ലോ, ഇങ്ങനെ കിടന്നാൽ മതി. വെറുതെ കിടക്കുക. എണീക്കടി അമ്മച്ചേ. ഗൈസ്, അവൾക്ക് 10 മണിക്ക് എത്തിയാൽ മതി കേട്ടോ സ്കൂളിലേക്ക്. പക്ഷെ ഇനി അങ്ങനെ യൂണിഫോം തേച്ച് കഴിഞ്ഞ് ഞാൻ വേഗം പോയി കുളിച്ചിട്ടോടി വരാം. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. ഞാനപ്പം കുളിക്കട്ടെ. അങ്ങനെ ഗൈസ്, ഞാൻ കുളിച്ച് വന്നു. ഇനി തലമുടി ഉണക്കണം. ഞാൻ എന്താ പറയുക, സ്കൂളിൽ പോകുമ്പം അങ്ങനെ തല കുളിക്കില്ല. കാരണം ഞാൻ തലേദിവസമാണ് ഞാൻ കുളിക്കാറില്ല തല സ്കൂളിൽ പോകുന്ന രാവിലെ. കാരണം ഉണങ്ങൂല. എനിക്ക് പോണിട്ടയിൽ കെട്ടിയിട്ട് വേണം പോകാൻ. ഞാൻ അത് മാത്രമേ കെട്ടാറുള്ളൂ. അപ്പോൾ ഉണങ്ങാറില്ല. സോ ഇത് ഉണക്കണം. ഞാൻ എപ്പോഴേക്കും പോയി മേക്കപ്പ് ഇടട്ടെ. മേക്കപ്പ് ഒന്നുമല്ല, നമ്മൾ സൺസ്ക്രീൻ ഇടുന്നു, കണ്ണെഴുതുന്നു, പൊട്ട് കുത്തുന്നു. അത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. സിമ്പിൾ. ഇനി നമുക്ക് കണ്ണെഴുതാം. അങ്ങനെ ഗൈസ്, നമ്മൾ കണ്ണെഴുതി. സുന്ദരികളെ നോക്കൂ, എൻ്റെ നെറ്റിയിൽ കുരുകൾ കണ്ടോ. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. എനിക്ക് വിശന്നിട്ട് വയ്യ. കുഞ്ഞാറ്റ ഇപ്പോൾ പോവില്ല. സോ കുഞ്ഞാറ്റ പോകുന്നത് ഞാൻ പോയി കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിടും കേട്ടോ. കുഞ്ഞാറ്റ പോകുന്നത് അവള് വീണ്ടും കിടന്ന് ഉറങ്ങാൻ പോയി തോന്നുന്നുണ്ട് റൂമിലേക്ക് ഇവിടെ തണിച്ചിട്ട്. അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. കഴിച്ചതിനകത്ത് ചോറും ഗോവയ്ക്കറിയും ചിക്കൻ കറിയുമാണ്. ഫുഡ് കഴിക്കട്ടെ. മമ്മയുടെ വണ്ടിയുടെ ടെസ്റ്റാണ് ഇന്ന്. സോ നമുക്കിനി ഇത് ഒതുക്കാം. ബാഗ് ഒതുക്കാം. ബാഗ് ഒതുക്കിയിട്ടില്ല. എന്തേലും പെട്ടെന്ന് ദിവസം പോയേ. കാൽക്കുലേറ്റർ എടുത്ത് വയ്ക്കാം. ആൻഡ് ഒരു ബുക്ക്. തൽക്കാലം നമുക്ക് 2-3-4 നോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇതൊന്നും ഒരാളല്ല. പേനോ ഇതിനകത്തൊരു കള്ളിയാണ്, അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് തൽക്കാലം. ഇതൊന്നും ആവില്ല. കുറേ എണ്ണം പേന പോലും കൊണ്ടിട്ടില്ല ചിലപ്പോൾ. അതുപോലെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒന്നും അധികം കൊണ്ടുപോകണ്ട. ബുക്ക് നോട്ട് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഞാൻ നോട്ട് ഒരു പേന മാത്രമേ വെച്ചിട്ടുള്ളൂ. അതൊക്കെ മതിയായിരിക്കും. പിന്നെ പെൻസിൽ വെച്ചിട്ടുണ്ട്. ചെത്തണയും കട്ടർ വേണം. ഇത് നമുക്ക് ഞാൻ എടുക്കാം.
ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഗൈസ്, ഭയങ്കര മെസ്സിയാണ്. സോ ഇതൊക്കെ പ്രതീക്ഷിച്ച മതി. ഫുഡ് ഇനി താഴെ പോയിട്ട് അമ്മച്ചോട് ചോദിക്കേണ്ടത്. ഫുഡ് ഞാൻ ആക്കിയിട്ടില്ല, പിന്നെ മമ്മയാണെങ്കിൽ പുറത്ത് പോയിക്കുക. സോ ഈ സാധനം വള്ളി ഇട്ടിട്ടില്ല ഇതിനകത്തേക്ക്. മമ്മേ നമ്മുടെ കാറിൻ്റെ ടെസ്റ്റായിരുന്നു ഇന്ന്. സോ മമ്മ അവിടേക്ക് അപ്പോൾ ടെസ്റ്റിന് പോയിരിക്കും. എനിക്കാണെങ്കിൽ ഹയ്യ, എനിക്ക് തൊണ്ടവേന നീരിച്ചൊക്കെ വരണം തോന്നുന്നു, തുമ്മലുണ്ട്. മുടി എന്തൊരു ചെയ്യും ഞാൻ. കുറച്ച് വണ്ണം കുറഞ്ഞു ഗൈസ്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് യൂണിഫോം ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു അത് സന്തോഷം മാത്രം. ഇനി നമുക്ക് പോയിട്ട് മുടി കെട്ടാം. അപ്പം നമുക്ക് ഇന്നേക്ക് ഇത്ര സാധനങ്ങൾ മതി, പോവാം. എനിക്ക് നോട്ടൊന്നും വാങ്ങിയിട്ടില്ല, അല്ല ടെക്സ്റ്റ് വാങ്ങിയിട്ടില്ല. ടെക്സ്റ്റിന് വാങ്ങിക്കണം എന്തായാലും. അങ്ങനെ ഗൈസ് ഞാൻ റെഡിയായി. പിന്നെ ഞാൻ മുടി ഇങ്ങനെ കെട്ടി, എൻ്റെ മുടി ഉണങ്ങിയില്ല, ഇല്ലെങ്കിൽ ഞാൻ പോണിട്ടയിൽ കെട്ടും. തൽക്കാലം ഞാൻ ഇങ്ങനെ കെട്ടി. ഞാൻ ഇങ്ങനെ കെട്ടാറില്ല അങ്ങനെ, പക്ഷെ തൽക്കാലത്തേക്ക് കെട്ടിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞാറ്റ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല കേട്ടോ, അവൾക്ക് വയ്യ, അവൾക്ക് പനിയാണ്. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോകണ്ട. നാളെയാണ് കുഞ്ഞാറ്റ, നാളെ പോകുന്നറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും സ്കൂളിൽ പോവാണ്. ചോറാക്കണം, ചോറ് മമ്മ അവിടെ ആക്കുന്നുണ്ട്. ഞാൻ സുന്ദരിയായോ? ഹായ് മമ്മി പുറത്ത് പോയിക്കുമായിരുന്നു മമ്മയുടെ വണ്ടിയുടെ ടെസ്റ്റിന്. കുറച്ചിട്ടാ മതി, പിന്നെ ഞാൻ അലക്കാം കൂട്ടുകാരിക്കാൻ മതി. അലക്കാൻ മാത്രം ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ആകെ ഒരു ബുക്കും ഒരു പേനയും അങ്ങനെ എടുത്തിട്ടു, ഇതിനകത്തേക്ക് എടുത്തിട്ടു. ഇതാണ് പൗച്ച്. കാരണം ബോക്സും പൗച്ചും കൊണ്ടുപോയിട്ട് കാര്യമില്ല. ചോറുണ്ടല്ലോ പോവും, വെളിച്ചെണ്ണ പോവും. അപ്പൊ നമുക്ക് സ്കൂളിൽ പോയിട്ടോ. എനിക്ക് 8:15 എത്തണം. 8:30 കഴിഞ്ഞപ്പോ തന്നെ ഹെൽമെറ്റ് വെച്ചത് അമ്മച്ചി. സന്തോഷായി, അമ്മച്ചിക്ക് ശല്യങ്ങൾ ഒഴിഞ്ഞു കിട്ടി. സുഖായില്ലേ? ഇനിയിപ്പോ വലുതറിയണ സന്തോഷായില്ലേ? ഞാൻ പോവാ അമ്മച്ചി, ഞാൻ വരില്ല. നീ വിജയ് ബാബാ ഞാൻ വരില്ല. നീ ബായ് കുക്കു ഡ്രസ് ഇട്ടിട്ടില്ല, അതാ കാണിക്കാത്തട്ടാ. ഗൈസ് നമ്മുടെ വണ്ടിയുടെ എന്താ ആക്സിലേറ്റർ പോയി. വണ്ടിയുടെ ആക്സിലേറ്റർ പോയിരിക്കുന്നു. ശുഭദിനം. വണ്ടിയുടെ ആക്സിലേറ്റർ പോയി ഗൈസ്. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഗൈസ് നമുക്കിപ്പോൾ വണ്ടി കിട്ടി, പുതിയ ആളെ കിട്ടി. അച്ഛനാണ് ഫോൺ